അടുത്ത ക്വസ്റ്റിന് നമുക്ക് എയ്തർ ഓൾജിബ്രയുടെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം, ഓർ എൽസ് വളരെ പെട്ടെന്ന് അല്ലാതെ സോൾവ് ചെയ്യാം. അല്ലാതെ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓൾജിബ്ര ഫോർമുല യൂസ് ചെയ്ത് എക്സാമിൽ വരുന്ന ഒരുപാട് പേരും സോൾവ് ചെയ്യും. നമുക്ക് അല്ലാതെ എങ്ങനെ എടുക്കാം പെട്ടെന്ന്. എക്സ് പ്ലസ് വൈ 5 തന്നിട്ടുണ്ട്, അത് കൂടാതെ എ പ്ലസ് ബി 5 തന്നിട്ടുണ്ട്, അത് കൂടാതെ എ ബി 6 തന്നിട്ടുണ്ട്. നമുക്ക് എ പ്ലസ് ബി 5 എ ബി 6 ആണെങ്കിൽ എന്ത് രണ്ട് വാല്യൂ എടുത്താൽ അതിനെ പ്ലസ് ചെയ്ത 5 വരും, മൾട്ടിപ്ലൈ ചെയ്ത 6 വരും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ ഈസിയാണ്. വളരെ ഈസി നമ്പേഴ്സ് തന്നിരിക്കുന്നത്. 2 + 3 എടുത്താൽ 5 വരും, അതേപോലെ തന്നെ 2 × 3 എടുത്താൽ എന്തും വരും, 6 വരും. വേറെ ഒരു വാല്യൂ എടുത്താലും അത് സംഭവിക്കത്തില്ലെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എയുടെ വാല്യൂ 2 ബിയുടെ വാല്യൂ 3 എന്ന് എടുക്കാം, അല്ലെങ്കിൽ അത് തിരിഞ്ഞു വരും, എങ്ങനെയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? 3 × a² + b². നമുക്ക് അവിടേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ 3 × a² എന്ന് പറയുമ്പോൾ നമ്മുടെ 2യുടെ സ്ക്വയർ എത്രയാണ്? 4. ആൻഡ് b² എന്ന് പറയുമ്പോൾ നമ്മുടെ 3യുടെ സ്ക്വയർ എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ 4 + 9 എത്രയാണ്? 13. സോ 3 × 13. ആൻഡ് 3 × 13 എത്രയാണ്? 39 ആണ്. നോക്കിയാൽ നമുക്ക് ആൻസർ വന്നു 39. ഓപ്ഷൻ എ. നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു അപ്രോച്ച് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. റാദർ ദാൻ ഗോയിങ് ഫോർ ഓൾജിബ്രയുടെ ഫോർമുലാസിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും.